വെൽക്കം ടു ഫിസിക്സ് വിത്ത് അനുശ്രീ. നമ്മൾ ഓൾറെഡി ക്രിച്ചോഫ്സ് ലോയിലെ ജംഗ്ഷൻ റൂളിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിച്ചോഫ്സ് ലോയിലെ ലൂപ്പ് റൂളിനെ പറ്റിയാണ്. അപ്പൊ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നതാണ് ഒരു ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് കോമ്പനന്റ്സ് ഉണ്ട്, രണ്ട് സെല്ലുണ്ട്, രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് എത്ര വേണേലും വരാം. ഇവിടെ സിമ്പിൾ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് രണ്ട് സെല്ലും രണ്ട് റെസിസ്റ്ററും മാത്രം നമ്മൾ ചൂസ് ചെയ്തത്. അപ്പൊ ഞാൻ ഇതിനെ ABCD എന്ന് വിളിക്കുകയാണ്. ആ ലൂപ്പിനെ, ആ പാത്തിനെ ഞാൻ ABCD എന്നാണ് വിളിക്കുന്നത്. ഇത് ഒരു വലിയ സർക്യൂട്ടിന്റെ ചെറിയൊരു പാർട്ടാണ്. അങ്ങനെ നമ്മൾ എടുത്താൽ മതി കേട്ടോ. അപ്പൊ ABCDA എന്ന് പറയുന്നതാണ് എന്റെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എന്ന് ഞാൻ വിളിക്കുന്നത്. അപ്പൊ ലൂപ്പ് റൂൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ അകത്ത് എത്രമാത്രം EMFs ഉണ്ട് എന്ന് നോക്കണം. അതായത് എത്ര സെല്ലുണ്ട് നോക്കണം. ഇവിടെ എനിക്ക് എത്ര സെല്ലുണ്ട്? 1, 2. അതിന്റെ സം, EMFന്റെ വാല്യൂ ഞാൻ E1, E2 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ സം, അപ്പൊ ഞാൻ ഇവിടെ എന്താ എഴുതുക? സം ഓഫ് EMFs എന്നാണ് ഞാൻ എഴുതുന്നത്. ഈ സം ഓഫ് EMFs എന്തിന് ഈക്വൽ ആയിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് EMF ആണ്. ഞാനൊരു ഈക്വൽ ടു സൈൻ ഇട്ടു. ഒരു ഈക്വൽ ടു സൈൻ ഇട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പുറത്ത് വരേണ്ടതും എന്ന് തന്നെ ആയിരിക്കണം, EMF തന്നെ ആയിരിക്കണം. പക്ഷെ അത് ഞാൻ എങ്ങനെ എഴുതുക? അതിനാണ് ഇവിടെ ആര് വരുന്നത്? കറണ്ടും റെസിസ്റ്റൻസും വരുന്നത്. പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും EMF തന്നെയല്ലേ? നമ്മുടെ ഓംസ് ലോ പറയുന്നില്ലേ, V is equal to IR. അപ്പൊ I into R എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? EMF തന്നെയാണ് അല്ലെ? അപ്പൊ ഞാൻ റൈറ്റ് സൈഡിൽ എഴുതുന്നത് എന്താ? ലെഫ്റ്റിൽ എഴുതിയത് സം ഓഫ് EMFs എന്നാണെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്നത് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇതാണ് ലൂപ്പ് റൂൾ എന്ന് പറയുന്നത്. എന്താ ലൂപ്പ് റൂൾ എന്ന് പറയുന്നത്? ഞാനൊരു ലൂപ്പ് കൺസിഡർ ചെയ്താൽ ആ ലൂപ്പിന്റെ അകത്തുള്ള EMFന്റെ സം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റർ. ഇത് പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ നമ്മളിതൊരു സർക്യൂട്ടിലോട്ട് എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ ഇതിന്റെ അകത്ത് ഒരു സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. എനിക്ക് അതിന്റെ അകത്ത് രണ്ട് സെല്ലുണ്ട്, E1 ഉം E2 ഉം. I1 ഉം I2 ഉം എന്ന് പറയുന്ന കറണ്ട് ആണ് അതിൽ നിന്ന് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ I1 എന്ന് പറയുന്നത് ദേ ഇങ്ങനെ പോകണം, ഇവിടെ I2 എന്ന് പറയുന്നത് ദേ ഇങ്ങനെ പോകും അല്ലെ? അപ്പൊ ഇത് രണ്ടും കൂടെ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞില്ല അത് വേറൊരു സർക്യൂട്ടിന്റെ പാർട്ടായിരിക്കുന്ന. ഇപ്പൊ ഇവിടെ എനിക്ക് വേണമെങ്കിൽ എന്ത് കണക്ട് ചെയ്യാം? വേറൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ പാത്ത് ഇട്ട് കൊടുത്താലും മതി. അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ പോകുമ്പോ ഇവിടെ നോക്കിക്കേ, ഈ I1 എന്ന് പറയുന്ന ആള് ഈ ജംഗ്ഷനിലോട്ട് എത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അതിനെ ജംഗ്ഷൻ എന്ന് വിളിച്ചത്? ഇതും ഇതും വന്ന് ചേരുന്ന സ്ഥലമായതുകൊണ്ടാണ് ഞാൻ അതിനെ ജംഗ്ഷൻ എന്ന് വിളിച്ചത്. അപ്പൊ ഇവിടെ വന്നത് ചേരുമ്പോ I1 ഇങ്ങോട്ട് വരുന്നു, I2 ഇങ്ങോട്ട് വരുന്നു. ഈ ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പോ എന്ത് സംഭവിക്കും? പുറത്തോട്ട് ഇറങ്ങുന്ന കറണ്ടിനെ ഞാൻ I3 എന്ന് വിളിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജംഗ്ഷൻ റൂൾ വെച്ചിട്ട് ഞാൻ എന്താ പറയേണ്ടത്? കറണ്ട് ലീവിംഗ് ഇസ് ഈക്വൽ ടു കറണ്ട് എൻറ്ററിംഗ് എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ I3 എന്ന് പറയുന്നത് I1 പ്ലസ് I2 ആകണ്ടേ? ആകണം. അതാണ് എന്ത് റൂൾ? ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. ഈ I3 എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിലൂടെ, ഈ ഒരു പാത്തിലൂടെ പോയി ഇവിടെ എത്തും. ഈ ജംഗ്ഷനിൽ എത്തുമ്പോൾ ഈ I3 എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും അല്ലെ? എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഈ R1 എന്ത് കറണ്ട് ആണോ പെർമിറ്റ് ചെയ്യുന്നത് ആ കറണ്ട് മേളിലോട്ട് കയറും. ഈ R1 എന്ത് കറണ്ട് പെർമിറ്റ് ചെയ്യുന്നത്? I1 എന്ന് പറയുന്ന കറണ്ട് ആണ് പെർമിറ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അതെന്ത് ചെയ്യും? ഇങ്ങോട്ട് കയറും. അപ്പൊ ഇതിലൂടെ പോകുന്നത് I1, ഇതിലൂടെ പോകുന്നത് R2 പെർമിറ്റ് ചെയ്യുന്ന കറണ്ട് അതെന്താണ്? I2. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഞാനൊരു ആം എടുക്കുമ്പോ, അതായത് ഒരൊറ്റ വഴി ഞാൻ എടുക്കുമ്പോ ആ വഴിയുടെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ഒരു വാല്യൂ ഓഫ് കറണ്ട് ആയിരിക്കും പാസ് ചെയ്ത് പോവുക. നമ്മൾ സീരീസ് കോമ്പിനേഷൻ 10 പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ട്. ഒരു വഴിയിലൂടെ ഒരു വാല്യൂ ഉള്ള കറണ്ട് ആയിരിക്കും കടന്നു പോകുന്നത്. അത് തന്നെയാണ് ഇവിടെ. ഞാനിപ്പോ CD എന്ന് പറയുന്ന ഒരു ആം എടുത്താൽ അതിന്റെ എല്ലാ ഭാഗത്തൂടെയും എന്തായിരിക്കും പോവുക? I2 ആയിരിക്കും പോവുക. അതുപോലെ ഞാൻ AB എന്ന് പറയുന്ന ഒരു പാത്ത് എടുത്താലോ, അതിലൂടെ എന്തേ പോകത്തുള്ളൂ? I1 പോകത്തുള്ളൂ. അല്ലാതെ ഇവിടെ അല്ലേ I1 മാർക്ക് ചെയ്തേക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും എന്നൊരു കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെയായിരിക്കും ഇവിടെയും പാസ് ചെയ്ത് പോകുന്നത്. ഇനി ഞാൻ എങ്ങനെ ഈ ലൂപ്പ് റൂൾ ഇതിന്റെ അകത്തോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പോ ഇതിന് പല ടെക്നിക്കില്, പല രീതിയിൽ നമുക്കിത് സോൾവ് ചെയ്യാം. ഈ പല രീതിയിൽ നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ലൂപ്പിലോട്ട് എങ്ങനെ ക്രിച്ചോഫ്സ് ലോ കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മൾ ഇനി കാണേണ്ടത്.
അപ്പൊ അതിന് ഞാൻ ആദ്യം എന്റെ ഈ ലൂപ്പ് കൺസിഡർ ചെയ്യണം. അപ്പൊ ഞാൻ ഈ എക്സ്ട്രാ കണക്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ ഇളക്കി അങ്ങ് മാറ്റുകയാണ് കേട്ടോ. അത് ഞാൻ ആ ജംഗ്ഷൻ റൂള് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒന്ന് എടുത്തേ ഉള്ളൂ. നമുക്ക് തൽക്കാലം ഈ ലൂപ്പ് മാത്രം മതി. അപ്പൊ ഈ ലൂപ്പിന്റെ അകത്തുള്ള ഞാൻ ലൂപ്പ് എന്ന് പറയുന്നത് ABCD ആണ്. ഞാൻ ഈ ലൂപ്പ് മാത്രം കൺസിഡർ ചെയ്യണം. അപ്പൊ ഈ ലൂപ്പിന്റെ അകത്ത് ആദ്യം ഞാൻ ചെയ്യേണ്ടത് എന്റെ ഉള്ള EMFs ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അപ്പൊ ഇവിടെ ഉള്ള EMF ഏതൊക്കെയാണ്? E1 E2. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ വെറുതെ അതിന്റെ വാല്യൂസ് ഇങ്ങോട്ട് എഴുതുകയാണ്. E1 E2 ഞാൻ എഴുതി. ഇനി സം ഓഫ് ദ EMFs എന്നാണ് പറഞ്ഞത്, ശരിയാണ്. പക്ഷെ വെറുതെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, അതിനൊരു ട്രിക്ക് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദിസ് ഇസ് ഈക്വൽ ടു, ഇനി ഞാൻ എഴുതേണ്ടത് എന്താ? റൈറ്റ് സൈഡിൽ വരേണ്ടത് എന്താ? സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പൊ അങ്ങനെ എഴുതണമെങ്കിൽ ആദ്യം ഞാൻ ഈ ലൂപ്പിലുള്ള റെസിസ്റ്റൻസിനെ പറ്റി ഇങ്ങോട്ട് എഴുതാം. ഇവിടെ എന്തൊക്കെയാ റെസിസ്റ്റൻസ് ഉള്ളത്? എനിക്ക് R1 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസും ഉണ്ട്, R2 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസും ഉണ്ട്. അപ്പൊ ഞാൻ റെസിസ്റ്റൻസിനെയും എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ അടുത്തത് എഴുതേണ്ടത് ഓരോ റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ടും എടുത്ത് എഴുതണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ I1 ഉണ്ട്, ഈ അറ്റത്തും എന്ത് തന്നെയാണ്? I1 തന്നെയാണ്, അതേ ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ R1ലൂടെ പോകുന്ന കറണ്ട് എന്തുവാണ്? I1 ആണ് R1ലൂടെ പോകുന്ന കറണ്ട്. അത് ഞാൻ I1ന്റെ അടുത്ത് എഴുതി. ഇനി R2ലൂടെ പോകുന്ന കറണ്ട് ഏതാ? ഈ I2 എന്ന് പറയുന്ന കറണ്ട് ആണ് ആരിലൂടെ പോകുന്നത്? R2ലൂടെ. അപ്പൊ ഞാൻ അതും എന്ത് ചെയ്തു? ഇതിന്റെ അടുത്തോട്ട് എഴുതി. അപ്പൊ എനിക്ക് സിമ്പിൾ ആയിട്ടൊരു കുറെ ലെറ്റേഴ്സ് ഇങ്ങനെ ബെർത്തി വെച്ചേക്കുന്നത് പോലെ എനിക്കൊരു സംഭവം കിട്ടി. ഇനി ഞാൻ ഇതിൽ എങ്ങനെ സൈൻ ഇടും? ഇത് ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ? ഇത് ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? അത് ചെയ്യുന്നതിനുള്ള ടെക്നിക്കാണ് ഞാനിപ്പോ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഞാൻ ഈ ലൂപ്പിനെ റൊട്ടേറ്റ് ചെയ്യും. ഞാൻ ലിറ്ററലി റൊട്ടേറ്റ് ചെയ്യുമല്ല, ഞാൻ ഇതിന്റെ അകത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട്. എനിക്ക് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം? ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യാം, ആന്റി ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യാം. ഞാൻ ആ റൊട്ടേറ്റ് ചെയ്യുന്ന രീതി വരയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ വരയ്ക്കുമ്പോ ഞാൻ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്നറിയാവോ? ഏതെങ്കിലും ഒരു സെല്ലിന്റെ അടുത്ത് നിന്ന് തുടങ്ങും. ആ സെല്ലിന്റെ പോസിറ്റീവിൽ നിന്ന് ഇറങ്ങി പോകുന്ന രീതിയിലാണ് ഞാൻ ആ ലൂപ്പ് വരയ്ക്കുക. അപ്പൊ ദാ നോക്കിക്കേ, ഇങ്ങനെയാണ് എന്റെ ലൂപ്പ് എന്ന് പറയുന്നത്, ആണല്ലോ. ഇനി ഇത്രയും വരച്ചതിന് ശേഷം വരയ്ക്കുമ്പോൾ ഓർക്കുക, ലൂപ്പിന്റെ അകത്താണ് ഇത് ഞാൻ വരയ്ക്കേണ്ടത്. ഈ റൊട്ടേഷൻ ഞാൻ കാണിക്കേണ്ടത് ലൂപ്പിന്റെ അകത്താണ്, ലൂപ്പിന്റെ പുറത്തല്ല. എന്നിട്ട് ഞാൻ നോക്കുക, ഈ സെല്ലിന്റെ പോസിറ്റീവ് എന്നാണോ നെഗറ്റീവ് എന്നാണോ ഈ ലൂപ്പിന്റെ ഈ റൊട്ടേഷൻ ഇറങ്ങി പോകുന്നതെന്ന് നോക്കുക. പോസിറ്റീവിൽ നിന്നാണ് ഇറങ്ങി പോകുന്നതെങ്കിൽ പുട്ട് ഇറ്റ് ആസ് പോസിറ്റീവ്. അതായത് ഇപ്പൊ ഈ വൺ നോക്കിക്കേ, വലിയ വരെയാണ് നമ്മൾ പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് അല്ലെ. പോസിറ്റീവിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാൽ അതിന്റെ വാല്യൂവിന് ഞാൻ എന്തെന്നിടും? പോസിറ്റീവ് എന്നിടും. അതെന്താ ചെയ്യണത്? ഇതിന്റെ അകത്തോട്ട് വന്നിട്ട് നോക്കിക്കേ, ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ കയറി നെഗറ്റീവിൽ നിന്ന് ഇറങ്ങി. നെഗറ്റീവിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിനിങ്ങനെ നെഗറ്റീവ് എന്നിടും. ഇതിന്റെ പൊട്ടൻഷ്യൽസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യണത്. പക്ഷെ ആപ്ലിക്കേഷന് അത് എങ്ങനെയാണ് എന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല, നമുക്ക് അതിന്റെ ട്രിക്ക് അറിയേണ്ടത്. ആ ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത്രേ ഉള്ളൂ സംഭവം. എന്താ ചെയ്യേണ്ടത്? ലൂപ്പിനെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തിട്ട് പോസിറ്റീവിൽ നിന്നാണ് ഇറങ്ങുന്നതെങ്കിൽ അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവിൽ നിന്നാണ് ഇറങ്ങുന്നതെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പൊ ഈ വൺ നോക്കിക്കേ, പോസിറ്റീവിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ നോക്കിക്കേ, നെഗറ്റീവിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ ഈ വൺ പോസിറ്റീവും E2 നെഗറ്റീവും വരും. ഇനി അടുത്ത് നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ, റെസിസ്റ്റൻസിന്റെ ഡയറക്ഷൻ ഇല്ല, കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് ഇനി നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, എവിടെയാണോ കറണ്ടിന്റെ ഡയറക്ഷൻ ഉള്ളത് അതിന്റെ അടുത്ത് ആ ലൂപ്പിൽ ഒരു ആരോ ഇട്ട് കൊടുക്കുക കേട്ടോ. R2 R1 എന്ന് പറയുന്നത് ഇങ്ങനെയല്ലയോ? ആ സെയിം കറണ്ട് ഒരേ ഡയറക്ഷൻ അല്ലേ? അപ്പൊ ഞാൻ നോക്കിക്കേ, ഞാൻ ആരോ ഇട്ടപ്പോ ഞാൻ എവിടെയാണ് ആരോ ഇടുന്നത്? ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ അവിടെയാണ് ഞാൻ ആരോ ഇടേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ആരോയും ഈ കറണ്ടിന്റെ ആരോയും ഒരേ ഡയറക്ഷനിലോട്ടാണെങ്കിൽ, അതായത് ഇഫ് ദ കറണ്ട് ഇസ് ഫ്ലോയിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദാറ്റ് ഓഫ് ദ റൊട്ടേഷൻ, എങ്കിൽ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുക്കും. ഇവിടെ നോക്കിക്കേ, I1ഉം ഈ ലൂപ്പിന്റെ റൊട്ടേഷനും ഒരുപോലല്ലേ, ഒരേ ഡയറക്ഷൻ അല്ലേ? അപ്പൊ ഞാൻ അതിനെ എന്തായിട്ട് എടുത്തു? പോസിറ്റീവായിട്ട് എടുത്തു. ഇനി ഇങ്ങോട്ട് വന്നേ, I2 നോക്കിക്കേ. അപ്പൊ ഇവിടെയാണ് ഞാൻ I2 മാർക്ക് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ഈ കറണ്ട് ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങനെ എനിക്കിടാം. അപ്പൊ ഇവിടെ അതിന്റെ അടുത്ത് ഞാൻ ആ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്താല് ഇപ്പൊ ഇട്ട ഡയറക്ഷൻസ് നോക്കിക്കേ, ഈ I2ന്റെ ഡയറക്ഷനും ഞാൻ ഇട്ട ആരോയും ഓപ്പോസിറ്റ് അല്ലേ പോകുന്നത്? അങ്ങനെ ഓപ്പോസിറ്റ് പോയാൽ അതിന്റെ സൈൻ ഞാൻ എന്തായിട്ട് എടുക്കും? നെഗറ്റീവ് ആയിട്ട് എടുക്കും. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇത്രേ ചെയ്തുള്ളൂ. ഞാനൊരു ലൂപ്പ് കൺസിഡർ ചെയ്തു. ആ ലൂപ്പിനെ ഞാൻ എന്ത് ചെയ്തു? റൊട്ടേറ്റ് ചെയ്തു.
റൊട്ടേറ്റ് ചെയ്തിട്ട് സെല്ലിന്റെ അടുത്ത് നിന്ന് ഞാൻ ആ റൊട്ടേഷൻ വരയ്ക്കും. എന്നിട്ട് ഇറങ്ങിപ്പോകുന്നത് പോസിറ്റീവിൽ നിന്നാണെങ്കിൽ അതിനെ ഞാൻ പോസിറ്റീവ് എന്നിടും. ഇറങ്ങിപ്പോകുന്നത് നെഗറ്റീവിൽ നിന്നാണെങ്കിൽ ഞാൻ നെഗറ്റീവ് ആയിട്ട് ഇടും. കറണ്ടിന്റെ ഡയറക്ഷൻ ഞാൻ എങ്ങനെ ഇടുന്നത്? കറണ്ടും റൊട്ടേഷനും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ്. ഇനി ഇതേ കാര്യം ഇങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്യണം എന്ന് റൂൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതിൽ നമുക്ക് തിരിച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്താലോ? അതായത് ഇപ്പം ഞാൻ റൊട്ടേറ്റ് ചെയ്തത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇനി ഞാൻ ക്ലോക്ക് വൈസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വണ്ണിന്ന് തന്നെ തുടങ്ങണം എന്ന് പോലും റൂൾ ഇല്ല. നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ ഈ വണ്ണിന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണേ. അപ്പൊ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഞാൻ എന്റെ സെല്ലിന്റെ വാല്യൂസ് എഴുതുക. അപ്പൊ ഇവിടെ സെല്ലിന്റെ വാല്യൂസ് ഞാൻ എഴുതുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് എനിക്കുള്ളത്? E1 ഉണ്ട്, E2 ഉണ്ട്, ഈക്വൽ ടു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്താ എഴുതുക? റെസിസ്റ്റൻസിന്റെ വാല്യൂ, അതായത് R1 എഴുതി, R2 എഴുതി. R1 പോകുന്ന കറണ്ട് ഏതാ? I1. R2 പോകുന്ന കറണ്ട് ഏതാ? I2. ഓക്കെ, അത്രയും എഴുതി കഴിഞ്ഞാൽ ഇനി സൈൻ ഇടുക എന്നുള്ളതാണ് നമ്മുടെ ജോലി കേട്ടോ. അപ്പൊ സൈൻ ഇടുമ്പോ ഇവിടെ നിന്ന് നോക്കിക്കേ, E1 എവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്? നെഗറ്റീവിൽ നിന്നാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. നെഗറ്റീവിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അവിടെ എന്തിടും? മൈനസ്. കണ്ടോ? ഇനി എന്താ? നെഗറ്റീവിന്റെ E2ന്റെ നെഗറ്റീവിലോട്ട് കയറി ഇറങ്ങി പോകുന്നത് എവിടെ നിന്നാ? പോസിറ്റീവിൽ നിന്ന്. ഇറങ്ങി പോകുന്നത് പോസിറ്റീവിൽ നിന്നാണെങ്കിൽ അവിടെ ഞാൻ എന്തിടും? പോസിറ്റീവ് എന്ന് ഇടും. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കിക്കേ, ഇവിടുത്തെ ആരോ ഇങ്ങോട്ടാണ്. I1ന്റെ ആരോ ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ I1ന്റെ സൈൻ എന്തായി? നെഗറ്റീവ് ആയി. കണ്ടോ? ഇനി ഇവിടെ ഞാൻ അടുത്ത എന്താ കാണുന്നത്? ഞാൻ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ഇട്ട ആരോവും ബ്ലൂ ആരോവും, അതായത് I2യുടെ ആരോവും ഒരേ ഡയറക്ഷനിലല്ലേ? ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്തെടുക്കും? പോസിറ്റീവ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഞാൻ ക്ലോക്ക് വൈസ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്തു അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈൻ ആണ് എനിക്ക് ആന്റി ക്ലോക്ക് വൈസ് കിട്ടിയത്. ഇത് രണ്ടും കറക്റ്റ് ആണ്. ഇനി നമ്മൾ പ്രോബ്ലംസിൽ ഇത് വരുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ലൂപ്സ് കാണും. അതിന്റെ അകത്ത് നിന്ന് നമ്മൾ ഇതുപോലുള്ള ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് എലിമിനേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, കറണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പം ലൂപ്പ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതാൻ അറിയണം. ലൂപ്പ് റൂളിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? The sum of the EMFs is equal to the sum of the product of current and resistance in a given loop എന്നാണ് പറയുന്നത്. And ഇത് is according to the law of conservation of energy. കൺസർവേഷൻ ഓഫ് എനർജി ആണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ലൂപ്പ് റൂൾ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസും ഇതുപോലൊരു എക്സാമ്പിളും ചെയ്തിട്ട് നമുക്ക് അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചെയ്യും. If you have any doubts, do drop it in the comment box and kindly like, share and subscribe.